വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അർജുനെ വെറുതെ വിട്ട കോടതി വിധി റദ്ദാക്കണം എന്ന് കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ച് അപ്പീൽ നൽകുമെന്ന് 6 വയസ്സുകാരിയുടെ കുടുംബം വ്യക്തമാക്കി. പോലീസ് അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായി എന്ന് കരുതുന്നില്ല എന്നും പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞത് മാത്രമാണ് ജഡ്ജി കേട്ടത് എന്നും കുട്ടിയുടെ കുടുംബം പ്രതികരിച്ചു. പ്രതിയെ വെറുതെ വിട്ട വിധിക്കെതിരെ പ്രോസിക്യൂഷൻ അടുത്ത ദിവസം തന്നെ അപ്പീൽ നൽകും. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ അനുമതി ലഭിച്ചാലുടൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരൻ പിള്ള പറഞ്ഞു. അർജുനെതിരെ ശാസ്ത്രീയ തെളിവുകൾ ആവശ്യത്തിനുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായി എന്നും കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നുമായിരുന്നു കോടതിയുടെ നിരീക്ഷണം. കേസിലെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ പുനരന്വേഷണം ആവശ്യപ്പെടുമെന്ന് അർജുന്റെ അഭിഭാഷകനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ചില ചോദ്യങ്ങൾ. അർജുനല്ല കുറ്റവാളിയെങ്കിൽ ആരാണ് യഥാർത്ഥ പ്രതി? അർജുനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വിട്ടയക്കുമ്പോൾ ഉയരുന്ന ഈ ചോദ്യത്തിന് ഉത്തരം വേണം. പോലീസ് പറയുന്നത് പോലെ അർജുൻ തന്നെയാണ് പ്രതിയെങ്കിൽ എന്തുകൊണ്ട് കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ തുണിയിൽ കുരുങ്ങി മരിച്ചതാകാമെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ കുട്ടി നിരന്തരം പീഡനത്തിനിരയായി എന്നും ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നും തെളിഞ്ഞു. ഇതോടെ പ്രദേശവാസികളിലേക്ക് പോലീസിന്റെ അന്വേഷണം നീണ്ടു. 4 യുവാക്കളെ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യ അന്വേഷണം. അതിൽ ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുനും ഉണ്ടായിരുന്നു. കുട്ടിയെ ചെറുപ്പം മുതൽ ഇയാൾക്ക് അറിയാമായിരുന്നു. ഇയാൾ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും വികാരാധീനാവുകയും ചെയ്തു. എന്നാൽ കൊല്ലപ്പെട്ട ദിവസം കുട്ടിയെ കണ്ടിട്ടില്ല എന്നായിരുന്നു അർജുന്റെ മൊഴി. ഇതിന് വിപരീതമായി അന്നേ ദിവസം കുട്ടിയുമായി അർജുൻ നിൽക്കുന്നത് കണ്ടുവെന്ന പ്രദേശവാസിയുടെ മൊഴി വഴിത്തിരിവായി. വീണ്ടും അന്വേഷിച്ചപ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം മുടിവെട്ടാൻ പോയ അർജുൻ കുട്ടി കൊല്ലപ്പെടുന്ന സമയത്തോടടുപ്പിച്ച് അവിടെ നിന്നും കുറച്ചുനേരം മാറിയതായി കണ്ടെത്തിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ TD സുനിൽകുമാർ അന്ന് പറഞ്ഞിരുന്നു. ഇതോടെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. വിശദമായി ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ കൃത്യം നടത്തിയ ശേഷം കുട്ടി താമസിച്ചിരുന്ന ലയത്തിലെ ചെറിയ ജനാലയിലൂടെ പുറത്തിറങ്ങിയ രീതി അർജുൻ പോലീസിന് കാണിച്ചു കൊടുത്തു. ഇതിന് 100 കണക്കിന് ആളുകൾ സാക്ഷിയായിരുന്നു. പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ ആവശ്യമായ എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയെന്നാണ് പോലീസിന്റെ അവകാശവാദം. ആരാണ് നിരന്തരമായി കുട്ടിയെ പീഡിപ്പിച്ചു എന്നതും കണ്ടെത്തേണ്ടതുണ്ട്. കുട്ടിയുടെ ദേഹത്തെ മുറിവുകൾ എങ്ങനെ ഉണ്ടായി എന്നതിന് ഇനിയും ഉത്തരവില്ല. ആ കുട്ടി നിരന്തരമായി പീഡനത്തിന് ഇരയായി എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടെന്ന് പോലീസും സമ്മതിച്ചിരുന്നു. കഴുത്തിൽ തുണി മുറുകുമ്പോൾ കുട്ടിക്ക് ജീവനുണ്ടായിരുന്നു എന്നും മൽപ്പിടുത്തം നടന്നുവെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അർജുൻ പ്രതിയാണെന്ന തരത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടും എവിടെയാണ് പിഴച്ചതെന്നാണ് ഒരു നാട് മുഴുവൻ ചോദിക്കുന്നത്. ആ ചോദ്യം തന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത്.